അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉളഹിയ്യത്തിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ ഫളായിലുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലവ ഉസ്താദ് പറയുകയാണ്, ഉളഹിയ്യത്തിൽ നിന്ന് ആദ്യ രക്തം കൊണ്ട് 4000 പൊറുക്കുന്നതാണെന്നുണ്ട്. ഉളഹിയത്ത് അറുക്കുന്ന ആ മൃഗം അറുക്കപ്പെടുന്ന സമയത്ത് ഭൂമിയിലേക്ക് അതിൻ്റെ ബ്ലഡ് വീഴുന്ന സമയത്ത് 4000 പാവങ്ങൾ പൊറുക്കുന്നു. പല റിവായത്തുകളുമുണ്ട്, 10 40 പല റിവായത്തുകളുമുണ്ട്. ഏതായാലും പാപങ്ങൾ പൊറുക്കും എന്ന വിഷയത്തിൽ സംശയമില്ല. സവാബു ഉളഹിയ്യത്തി ഫഅളീമുൻ. ഉളഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. ഇത് യഗ്ഫിറുല്ലാഹു ഇൻദ അവ്വലി ഖത്റത്തിൻ മിൻ ദമിഹാ കുല്ല ദംബിൻ. ഉളഹിയ്യത്തിൻ്റെ ആ ഒരു ബ്ലഡ് താഴെ വീഴുന്ന സമയത്ത്, നിലം തൊടുന്ന സമയത്ത് അറുക്കുന്നവൻ്റെ, നിയത്താക്കിയവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന്. കുല്ലതമ്പിൻ എല്ലാ പാപങ്ങളും അഥവാ ചെറിയ പാപങ്ങൾ മുഴുവനും പൊറുക്കുമെന്ന് നമുക്ക് കാണാവുന്നതാണ്. അത്രയ്ക്കും വലിയ ശ്രേഷ്ഠത ഉള്ള ഇബാദത്ത്. ഇരുലോക ശർറും കാക്കലുണ്ട് ഉളഹിയ്യത്ത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് റിവായത്ത്. ഇരുലോക ശർറ്, ദുന്യവിയും ഉഖ്റവിയുമായ ഷർറുകൾ കാക്കാൻ ഉളഹിയ്യത്തിന് സാധിക്കും. ഉളഹിയ്യത്ത് കൊണ്ട് അത് ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് തലവ ഉസ്താദ് പറയുകയാണ്. ഇത് ഹിജ്റ 2-ാം കൊല്ലമാ നടപ്പായത്, കാണാം ബുജൈരിമി നോക്ക് 4-ൽ ഉണ്ടിത്. ഹിജ്റ 2-ാം കൊല്ലം. വഅവ്വലു തലബിഹാ ഫി സനത്തി സാനിയത്തി മിൽ ഹിജ്റ. ഹിജ്റയുടെ 2-ാം കൊല്ലത്തിലാണ് ഈ ഉളഹിയ്യത്ത് എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത് നടപ്പാക്കപ്പെട്ടത്. കൽ ഈദൈനി വ സകാത്തിൽ മാലി വൽ ഫിത്രി. ഫിത്ർ സകാത്ത്, മാലിൻ്റെ സക്കാത്ത്, പെരുന്നാൾ നിസ്കാരങ്ങൾ, ഇതൊക്കെ 2-ാം വർഷത്തിലാണ് അത് നിർബന്ധമാക്കപ്പെട്ട കാര്യവും സുന്നത്താക്കപ്പെട്ട കാര്യമൊക്കെ ഉള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നതുപോലെയാണ് ഉളഹിയ്യത്ത് ഹിജ്റ 2-ാം വർഷമാണ്, കൊല്ലമാണ് നടപ്പായത്. അന്നാദ്യമായി ളുഹ വഖ്തിലാണ് നടന്നത്, ഉളഹിയ്യത്ത് എന്നത് കൊണ്ടുമാ പറയുന്നത്. ആദ്യമായി ഈ ബലിമൃഗം അറുക്കപ്പെടുന്നത് ളുഹാ സമയത്താണ്. ഖാല ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹു സുമ്മിയത് ബിദാലിക. ഉളഹിയ്യത്ത് എന്ന പേര് വരാൻ കാരണം എന്താ? ലിഅന്നഹാ തുഫ്അലു ഫിൽ ളുഹാ. ളുഹയുടെ സമയത്ത് പ്രവർത്തിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ്. വഹുവ ഇർതിഫാഉൻ നഹാർ. നേരം പുലർന്നതിന് ശേഷം, സൂര്യൻ കുറച്ച് ഉയർന്നതിന് ശേഷം പെരുന്നാൾ നിസ്കാരം കഴിയലോടുകൂടെ നടപ്പാകുന്ന ഒരു ഇബാദത്ത്. അപ്പോൾ മണി 8 മണി, 8:30, 9, 9:30, 10 മണി, ഈ സമയമാണ് ളുഹയുടെ സമയം, അറുക്കപ്പെടുന്ന സമയം. ആ സമയം നോക്കിയിട്ടാണ് ളുഹ. നമുക്കറിയാമല്ലോ ളുഹാ നിസ്കാരം, നമുക്കറിയാമല്ലോ. ആ ളുഹാ നിസ്കാരത്തിനും ളുഹാ നിസ്കാരം എന്ന് ളുഹ എന്ന് പേര് പറയാൻ കാരണം എന്താണ്? അതും ഇതുപോലെ ളുഹാ വഖത്തിലാണ് ആ നിസ്കാരം നിർവഹിക്കുന്നത്. സൂര്യൻ ഉദിച്ച് 10-25 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള സമയമുണ്ടെങ്കിലും ഒരു 8, 9, 10 മണിയാണ് ഏറ്റവും അഫ്ളലായ സമയം. അതും ളുഹയുടെ സമയമാണ്. ബി അവ്വലി അസ്മിനത്തി ഫിഅലിഹാ വഹുവ വഖ്തുൽ ളുഹാ. അപ്പൊ ളുഹാ സമയത്ത് നടപ്പാക്കിയത് കൊണ്ടാണ് ആ വാക്കിൽ നിന്ന് പിടിക്കപ്പെട്ട ഉളഹിയ്യത്തെന്നും ഉളഹിയ്യത്തെന്നും പല പേരിലും അറിയപ്പെടുന്ന ഈ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇത് വീട്ടിലുള്ളവർക്കൊക്കെയും ഖദ് സുന്ന, ആരോ ഒരാൾ ചെയ്താൽ അതും മതിയെന്ന. വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്കും ഉളഹിയ്യത്ത് സുന്നത്താണ്. പക്ഷേ ആ 10 പേരിൽപ്പെട്ട ഒരു കാരണവര് ഒന്നങ്ങ് അറുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒന്നും ഉളഹിയ്യത്ത് അറുക്കണം എന്നുള്ള നിബന്ധന, ആ ഒരു തലബ് ഇല്ലാതെയാവും. ആരോ ഒരാൾ ചെയ്താൽ അതും മതിയെന്ന.
10 പേരുണ്ടെങ്കിൽ ഒരാൾ ചെയ്താൽ അത് മതി എന്നാണ്. ചെയ്തവന് മാത്രം പ്രതിഫലം ലഭിക്കുന്നതാ, മറ്റുള്ളവർക്ക് അതിലുള്ള തൊലപൊഴിയുന്നതാ. 10 പേരിൽ ഒരാൾ അർത്താൽ ആ അർത്ത ആൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് അതിൻ്റെ തൊലപൊഴിയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ 9 പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉളഹിയത്ത് അറുത്തില്ല എന്നുള്ള തൊലബ് വീടും ഈ ഒരാൾ അറുക്കുന്നത് കൊണ്ട്. ചെയ്തില്ല ആരും എന്നു കണ്ടാൽ പിന്നത് സുഹൃത്തുക്കളെ മക്റൂഹിലാണെന്നുള്ളത് എണ്ണുന്നത്. ആരും അർത്തില്ലെങ്കിൽ എല്ലാവർക്കും കറാഹത്തിൻ്റെ ആ ഒരു കറാഹത്താണത്, വെറുക്കപ്പെട്ട കാര്യമാണ് അറുക്കാത്തത്. അതുകൊണ്ട് ആ കറാഹത്തിൽ എല്ലാവരും ഉൾപ്പെടും. ഒരാൾ അറുത്താൽ ബാക്കിയുള്ള എല്ലാവരുടെയും കറാഹത്ത് നീങ്ങുകയും ചെയ്യും. കാരണം കറാഹത്തി എന്നത് ഷാഫിഈ മദ്ഹബിലാണ്, പല മദ്ഹബുകളിലും വാജിബാണെന്നുണ്ട്, എന്നാൽ വുജൂബാണെന്നതിൽ ഖൗലുണ്ട്. അതുകൊണ്ട് സ്വദഖയിൽ അഫ്ളലാണെന്നുണ്ട്. അഫ്ളലു സ്വദഖ അത് ഉളഹിയത്തിൻ്റെ മാംസമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഹനഫി മദ്ഹബിൽ വാജിബാണ്. വാജിബാണെന്ന് വെച്ചാൽ കുറ്റം കിട്ടും. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. വാജിബാണ്, എല്ലാ വർഷവും വാജിബാണ്. നമുക്ക് സുന്നത്ത് മുഅക്കദ ആയതുകൊണ്ടാണ് കറാഹത്തിൽപ്പെടുന്നത്. വാജിബാകുമ്പോൾ പല നേട്ടങ്ങളും പല കിട്ടേണ്ടതും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉളഹിയത്ത് എന്ന ആ വലിയ മഹത്തരമായ ഇബാദത്ത് നമ്മൾ എല്ലാ വർഷവും കഴിവുണ്ടെങ്കിൽ ചെയ്യണം, എല്ലാ വർഷവും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.